സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയുടെ സെക്കൻഡ് ടൈം എക്സാമിൻ്റെ 2022-23 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസർ കീയുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം ഇതേ മോഡലിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വർഷവും എക്സാം ഉണ്ടായിരിക്കുക. അപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏതെല്ലാം ചാപ്റ്റേഴ്സാണ് നമ്മൾ ഈ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് എന്നൊക്കെ നമ്മളിതിൽ പറയുന്നതാണ്. 2 മണിക്കൂറാണ് നമ്മുടെ പരീക്ഷാ സമയം. 6ഓളം ഗതിവിധികൾ നമുക്കുണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ ആക്ടിവിറ്റി എന്തായാലും നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് നോക്കാം. രാജാ കാ ദർവാസ വരെയുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിക്കേണ്ടത്. കോശിഷ് കർണേ വാലോം കി ജരൂരി ഖുറാക്ക് ഏക് ദൗഡ് ICB രാജാ കാ ദർവാസ. നമ്മളതിലെ പോസ്റ്റർ, ഡയറി, വാർത്താലാപ് സമാചാർ ഇങ്ങനെ തുടങ്ങിയ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ പരിചയപ്പെട്ടതാണ് ഓരോ പാഠഭാഗങ്ങളിലുമായി. അപ്പം അതെല്ലാം തന്നെ നന്നായിട്ട് നോക്കിക്കൊള്ളുക. അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. 6ഓളം ആക്ടിവിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്തായാലും നമ്മൾ ചെയ്യണം. ഗതിവിധി ഏക്ക് നമ്മൾ എന്തായാലും എഴുതിയിട്ടുണ്ടാവണം. പിന്നെ വരുന്ന 2 മുതൽ 6 വരെ ഉള്ളതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്താൽ മതി, അതിൽ നിന്ന് ഏതെങ്കിലും 4 നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന 4 എഴുതിയാൽ മതി. നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ഗതിവിധി ഏക് സൂചന ഖണ്ഡ് പഠേം ഔർ പ്രശ്നോं के उत्तर लिखिए. അവിടെ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിൻ്റെ താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഓപ്ഷൻസും ഉണ്ട്. അത് നോക്കിയിട്ട് ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമുക്ക് പാരഗ്രാഫ് നോക്കാം. दुनिया की सबसे बड़ी खेल प्रतियोगिता है ओलंपिक. इसका नाम ग्रीस के ओलंपिक्स पर्वत से जुड़ा हुआ है, इसलिए इस खेल का नाम ओलंपिक पड़ा. ओलंपिक के झंडे में प्रतीक चिन्ह के 5 रंग हैं, नीला, पीला, काला, हरा और लाल. ओलंपिक खेल के उद्देश्यों में एक है विश्व की एकता. हर साल 23 ജൂൺ को ഒളിമ്പിക് ദിവസ് മനായ ജാത്താ ഹെ. ഇവിടെ ഒളിമ്പിക്സിനെ കുറിച്ചുള്ള ഒരു പാരഗ്രാഫാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് താഴത്തെ ക്വസ്റ്റ്യൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒളിമ്പിക് ഖേൽ കി ശുരുവാത്ത് കഹാ ഹുയി. ഒളിമ്പിക് കളിയുടെ ആരംഭം എവിടെ മുതലാണ്, എവിടെ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്? നമ്മുടെ പാരഗ്രാഫിൽ നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും ഏതാണ് ഉത്തരം. ഗ്രീസ്. നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ആ പാരഗ്രാഫ് നന്നായിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഭാഗത്തിൽ പറയുന്ന വരികളുടെ അടുത്തായിട്ട് അതിൻ്റെ ആൻസർ നമുക്ക് കാണാൻ സാധിക്കും. ഒളിമ്പിക് ഖേൽ എവിടെ നിന്നാണ് ആരംഭം കൊണ്ടത്? ഗ്രീസ് ആണ്. അത് പാരഗ്രാഫിലും ഉണ്ട്. നമ്മുടെ ഓപ്ഷൻസിലെ ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഒളിമ്പിക് കെ ഝണ്ടേ മേ പ്രതീക ചിഹ്ന മേ കിത്തനെ രംഗ് ഹേ. ഒളിമ്പിക്സിൻ്റെ പതാകയിലെ പ്രതീക ചിഹ്നത്തിൽ എത്ര നിറങ്ങളാണുള്ളത്? നമ്മൾ എടുത്തു പറഞ്ഞിട്ടുണ്ടല്ലേ, നീല, പീല, കാല, ഹര ഓർ ലാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര എണ്ണമാണ്? 5. അതും ആ വരിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ പാരഗ്രാഫിൽ 5 രംഗ് ഹേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഓപ്ഷൻ സെക്കൻഡ് ആണ് 5. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക് ദിവസ് കബ് മനായ ജാത്താ ഹെ. എപ്പോഴാണ് ഒളിമ്പിക് ദിവസമായിട്ട് ആഘോഷിക്കുന്നത്? അതും നമ്മുടെ പാരഗ്രാഫിലെ ലാസ്റ്റ് സെൻറ്റൻസിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഹർ സാൽ 23 ജൂൺ കോ ഒളിമ്പിക് ദിവസ് മനായ ജാത്താ ഹെ. ഓരോ വർഷവും ജൂൺ 23 ഒളിമ്പിക് ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ ജൂൺ 23. ജൂൺ 23. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക് ഖേൽ കാ നാം കിസ് പർവ്വത് സെ ജുഡാ ഹുവാ ഹെ. ഒളിമ്പിക്സ് കളിയുടെ പേര് ഏത് പർവ്വതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതും നമുക്ക് ആ പാരഗ്രാഫിലുണ്ട്. ഏതാണ്? ഓപ്ഷൻസ് സെക്കൻഡ്, ഒളിമ്പിക്സ് എന്ന് പറയുന്ന പർവ്വതവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 5ാം ക്വസ്റ്റ്യൻ, യഹാം ഒളിമ്പിക് ഖേൽ കാ ഉദ്ദേശ് ക്യാ ബതാത്താ ഗയാ ഹെ. ഇവിടെ ഒളിമ്പിക്സ് ഗെയിമിൻ്റെ ഉദ്ദേശം എന്താണെന്നാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്കറിയാം. നമ്മുടെ സെക്കൻഡ് ഓപ്ഷൻ വിശ്വ കി ഏകത. ലോകത്തിൻ്റെ ഐക്യത്തെയാണ്, ഏകതയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇതേ മോഡലിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിനെ ആസ്പദമാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. കൃത്യമായിട്ട് പാരഗ്രാഫ് വായിച്ചിട്ട് അതിൻ്റെ ഓപ്ഷൻസ് നോക്കിയിട്ട് ഉത്തരം എഴുതിക്കൊള്ളുക. അപ്പോൾ കൂൾ ഓഫ് ടൈമിൻ്റെ ടൈമിൽ നിങ്ങൾക്ക് 15 മിനിറ്റ് ടൈം കിട്ടുമല്ലോ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ വേഗം നോക്കിയിട്ട് അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ട് അടയാളപ്പെടുത്തിയൊക്കെ വെച്ചേക്കുക കേട്ടോ. ഓക്കെ. രണ്ടാമത്തെ ഗതിവിധി ദോ സൂചന ഏക് ദൗഡ് ICB പാഠഭാഗ കാ യഹ് അംശ് പഠേം ഔർ പ്രശ്നോं के उत्तर लिखें. നമ്മുടെ ചാപ്റ്ററിലെ ഏക് ദൗഡ് ICB എന്ന് പറയുന്ന ഒരു ഓട്ട മത്സരത്തിൻ്റെ പാഠഭാഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിനെ ആസ്പദമാക്കിയുള്ള പാഠത്തിലെ 2 വരി അവിടെ തന്നിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കി താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നാണ്. सीटी बजी सभी दौड़ पड़े, बहुत तेज तो नहीं पर उनमें जीतने की होड़ जरूर तेज थी.
സഭി ജീത്തനെ കി ഉത്സുകത കെ സാത്ത് ആകെ ബഡേ. ഇവിടെ നമ്മുടെ ഏകദൗഡ് ICBയിലെ ഭാഗമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, അനുവാദ് കരേ. അനുവാദ് കരേ എന്ന് പറഞ്ഞാൽ എന്താ? തർജ്ജമ ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക, നമ്മുടെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. സീട്ടി ബജി സഭി ദൗഡ് പടേ. എന്താണ്? വിസിൽ മുഴങ്ങി എല്ലാവരും ഓടാൻ തുടങ്ങി. അപ്പോൾ വിസിലടിച്ചപ്പോൾ എല്ലാവരും ഓടി. അപ്പോൾ ആ വരിയുടെ അർത്ഥമാണ് നമ്മൾ മലയാളത്തിൽ എഴുതുകയാണ് ചെയ്യുക. 7ാം ക്ലാസ്സിലെ മാത്രമായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ടാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അനുവാദ് കരേ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ +1 വരുമ്പോഴാണ് അത് ട്രാൻസ്ലേഷൻ വരാറുള്ളത്. അപ്പം അനുവാദ് കരേ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക തന്നിരിക്കുന്ന വരിയെ. സീട്ടി ബജി സഭി ദൗഡ് പടേ. വിസിലടിച്ചു എല്ലാവരും ഓടിത്തുടങ്ങി. അടുത്ത ക്വസ്റ്റ്യൻ, 10 जनवरी को आपके स्कूल के मैदान में खेल प्रतियोगिता होने वाली है. इसके लिए एक पोस्टर तैयार करें. 10 जनवरी को आपके स्कूल मैदान में खेल प्रतियोगिता होने वाली है. ജനുവരി 10 നിങ്ങളുടെ സ്കൂൾ മൈതാനത്തിൽ ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ इसके लिए एक पोस्टर तैयार करें. ഇതിനു വേണ്ടി ഒരു പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മത്സരം നടക്കുന്ന ദിവസം എന്നാണെന്നുള്ളത് നമ്മൾ എഴുതണം. അതുപോലെ തന്നെ മത്സരത്തിന് പേര് നമ്മൾ കൊടുക്കണം. എവിടെ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്, ഏത് മൈതാനത്തിലാണ് സംഘടിപ്പിക്കുന്നത്, ടൈം നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടാവണം. ഇങ്ങനെയുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പോസ്റ്ററിലേക്ക് കൃത്യമായിട്ട് എഴുതി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പോസ്റ്ററിൻ്റെ മോഡലൊക്കെ നമ്മൾ 5ാം ക്ലാസ് മുതലേ പഠിച്ചു വരുന്നതാണ്. ഓക്കെ, അപ്പം അത് വെച്ചിട്ട് ജനുവരി 10 നിങ്ങളുടെ സ്കൂൾ മൈതാനത്തിൽ ഒരു മത്സരം സംഘടിപ്പിക്കുന്നതായിട്ടുള്ളൊരു പോസ്റ്ററാണ് ഇവിടെ നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇതേ മോഡലിൽ വേറെ ക്വസ്റ്റ്യൻ ആയിരിക്കും നിങ്ങൾക്ക് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക. ഗതിവിധി 3 सूचना जरूरी गुराक ഏകാംഗിക अंश पढ़ें और प्रश्नों के उत्तर लिखें. ജരൂരി ഗുരാക്ക് എന്ന് പറയുന്ന പാഠഭാഗം വായിച്ചിട്ട് അതിൻ്റെ ഭാഗം വായിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. आज सुबह लगभग 5 बजे जापान का टोक्यो शहर जबरदस्त भूकंप के कारण तबाह हो गया है. कितनी ही इमारतें ज़मीन में दम्स गई हैं. ഹസാരോ ലോഗ് മൽബയ്ക്ക് നീച്ചെ ദബേ പടേ ഹെ. അല്ലേ, അവിടെ ആ ഭൂകമ്പത്തെക്കുറിച്ചുള്ള ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഇതാണ്, ജാപ്പാൻ കെ കിസ് ഷഹർ മേ ഭൂകമ്പ് ഹുവാ ഥാ. അപ്പോൾ ആ സെൻറ്റൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ആ പാരഗ്രാഫിൽ ആൻസർ ഉണ്ട്. ജാപ്പാനിൽ ഏത് പട്ടണത്തിലാണ് ഭൂകമ്പം ഉണ്ടായിരുന്നതെന്ന് നമുക്കറിയാം. ജാപ്പാൻ കെ ടോക്കിയോ ഷഹർ, ടോക്കിയോ പട്ടണത്തിലാണ് ഭൂകമ്പം ഉണ്ടായിരുന്നത്, പാരഗ്രാഫിൽ തന്നെ പറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂചകോं के आधार पर സമാചാർ തയ്യാർ കരേ. കണ്ടോ, അടുത്ത ആക്ടിവിറ്റി വന്നിരിക്കുന്നത് സമാചാർ. അപ്പം നമ്മൾ പോസ്റ്റർ, അതുപോലെ തന്നെ സമാചാർ, ഇപ്പം നമ്മൾ കണ്ട ആക്ടിവിറ്റികളിൽ ഉള്ളതാണ് പറയുന്നത്. അതുപോലെ അനുവാദ്, അല്ലേ, ട്രാൻസ്ലേഷൻ. ഇപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് സമാചാർ തയ്യാറാക്കുക? നമ്മളെല്ലാവരും പത്രം വായിക്കുന്നവരാണ്. പത്രം നമ്മൾ കണ്ടിട്ടുണ്ട്, പത്രത്തിൽ ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഹെഡിങ് വലുതായിട്ട് എഴുതിയിട്ടുണ്ടാവും, അല്ലേ. അപ്പം ഈ തന്നിരിക്കുന്ന സൂചനകളെ ബാക്കി സമാചാർ ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു വാർത്ത തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഹെഡിങ് നിർബന്ധമായും കൊടുക്കണം, സ്ഥലം കൊടുക്കണം, പിന്നെ എന്താണ് അവിടുത്തെ സംഭവം എന്ന് നമ്മൾ എഴുതണം, അല്ലേ. ആ തന്നിരിക്കുന്ന കണ്ടന്റിലെ ഒരെണ്ണം എടുത്തിട്ട് പോലും നമുക്ക് ഹെഡിങ് കൊടുക്കാനായിട്ട് പറ്റും. ജാപ്പാനിൽ ഭൂകമ്പം, സുബഹ് 5 ബജെ, രാവിലെ 9 മണിക്ക്, ഹസാരോ ലോഗ് കി മൗത്ത്, ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു, ഇമാരത്തോ കാ നാശ്, കെട്ടിടങ്ങളെല്ലാം നശിച്ചു, റിക്ടർ പൈമാനെ പർ തീവ്രത 1.1. അപ്പോൾ റിക്ടർ സ്കെയിലിൽ 7.1 രേഖപ്പെടുത്തി. ഇപ്പോൾ ഇത്രയും പോയിന്റ് അവിടെ തന്നതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് പറ്റും. ഹെഡിങ് കൊടുക്കുക, സ്ഥലപ്പേര് കൊടുക്കുക, എന്നിട്ട് ആജ് സുബഹ് ലഗ്ഭഗ് 5 ബജെ ജപ്പാൻ കാ ടോക്കിയോ ഷഹർ ഭൂകമ്പ് കെ കാരൺ തബാഹ് ഹോ ഗയാ ഹെ. അങ്ങനെ അവിടെ തന്നെ കൊടുത്തിട്ടില്ലേ. അപ്പം അതുപോലെ നമ്മൾ ഹെഡിങ് ആക്കുക. അപ്പോൾ ജാപ്പാൻ, നമ്മൾ ആദ്യം ഹെഡിങ് കൊടുത്തിട്ട് ജാപ്പാൻ എന്നെഴുതുക, സംഭവം എഴുതി കൊടുത്തോളാം. ഓക്കെ. ഗതിവിധി 4 4ാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കവിതാഭാഗം തന്നിട്ടുണ്ട്. ഇതും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കവിതാംശ് പഠേം അവർ പ്രശ്നോക്ക് ഉത്തർ ലിഖേം. ഇതും നിങ്ങൾ പഠിച്ചിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. നന്നി ചീണ്ടി ജബ് ദാന ലേക്കർ ചൽത്തി ഹേ, ചടുത്തി ദീവാരോं पर 100 बार फिसलती है, मन का विश्वास रगों में साहस बढ़ता है, चढ़कर गिरना गिरकर चढ़ना न अघरता है, आखिर उसकी मेहनत बेकार नहीं होती, കോശിഷ് കർണേ വാലോങ്കി കബി ഹാർ നഹി ഹോത്തി, അല്ലേ. അപ്പോൾ നമ്മൾ കോശിഷ് കർണേ വാലോങ്കി എന്ന് പറയുന്ന ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഭാഗമാണ് തന്നിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പരാജയ് കെ ലിയെ കവിതാമേ പ്രയുക്ത ശബ്ദ കോൺസാ ഹേ. പരാജയ് എന്ന് അർത്ഥം വരുന്ന കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഏത്? അപ്പോൾ നിങ്ങൾ ഇതുപോലെ സമാനാർത്ഥി ശബ്ദങ്ങൾ ഓരോ പാഠത്തിൽ നിന്നും പഠിക്കേണ്ടതുണ്ട്.
ഇവിടെ പരാജയ് എന്ന് പറയുന്ന വാക്കിൻ്റെ അതേ അർത്ഥം വരുന്ന മറ്റൊരു വാക്ക് നമ്മുടെ ഈ വരികളിലുണ്ടല്ലോ. ഏതാണത്? നമ്മുടെ ലാസ്റ്റ് വരിയിൽ നമുക്ക് കാണാൻ കഴിയും. ഹാർ എന്ന വാക്ക് കണ്ടോ? അതാണ് കേട്ടോ പരാജയ് കേലിയെ അലഗ് ശബ്ദ് എന്ന് പരാജയം എന്നർത്ഥം വരുന്ന ഹാർ പരാജയം. ഇനി അടുത്തത് കവിതാംശ സേ തുക്കുവാലെ പദ ചുൻകർ ലിഖൻ ജൈസെ ചൽത്തി ഹെ ഫിസൽത്തി ഹെ. നല്ല സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ്. കവിതാ വരിയിൽ നിന്നും തുകാന്ത് ശബ്ദ് തുക്കുവാലെ പദ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. എക്സാമ്പിൾ അവിടെ തന്നിരിക്കുന്നത് കണ്ടോ? ചൽത്തി ഹെ ഫിസൽത്തി ഹെ. തീ ഹെ എന്ന് അവസാനിച്ച വാക്ക് അവരെടുത്ത് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് നോക്കിയേ അടുത്ത് നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? നമ്മൾ ആ കവിതയിൽ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തെ വരി നാലാമത്തെ വരി നോക്കിയേ. ഭർത്താഹേ അഗർത്താഹേ താഹേ അവസാനിച്ചിട്ടുണ്ട്. അപ്പം ഭർത്താഹേ അഗർത്താഹേ ഇതുപോലെ വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് കവിതാംശിക ആശയിലിഖേം. കണ്ടോ? ഇതും ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഒരു കവിതാഭാഗം തന്നിട്ട് നിങ്ങളോട് ഇതിൻ്റെ ആശയം ചോദിക്കും. അപ്പോൾ എങ്ങനെയാണ് എഴുതുക? കവി ആരാണെന്ന് സൂചിപ്പിക്കുക, കവിതയുടെ പേര് സൂചിപ്പിക്കുക. അപ്പം ഇതേതാണ്? കോശിഷ് കർണേ വാലോം കി എന്ന് പറയുന്ന കവിതയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കൊച്ചുറുമ്പ് അല്ലേ ധാന്യവുമായി പോകുന്നു, ചുമരിലൂടെ കയറുന്നു, അത് ഉരുണ്ടു വീഴുന്നു. എന്നിരുന്നാലും അത് എത്ര തവണ കയറി വീണാലും അത് ഒരിക്കലും അടുത്ത് പിന്മാറുന്നില്ല, അത് അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തിൽ എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന വരികളെ ഗദ്യരൂപത്തിലേക്ക് മാറ്റണം. അങ്ങനെയാണ് കവിതാ വരിയുടെ ആശയം എഴുതുക. ഇതൊക്കെ നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം നാലാമത്തെ ഗതിവിധി കഴിഞ്ഞു. 5 गतिविधि 5 सूचना एक दौड़ ICB पाठ का यह अंश पढ़ें और प्रश्नों के उत्तर लिखें. लड़के की दशा देख एक बच्ची ने उसे अपने गले लगा लिया और उसे प्यार से चूम लिया, यह कहते हुए कि अब ठीक हो जाएगा. ഇവിടെ एक दौड़ ICB എന്ന് പറയുന്ന പാഠത്തിൽ കുട്ടികൾ എല്ലാവരും ഒന്നിച്ച് ഓടുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ. അപ്പോൾ ഒരു കുട്ടി വീഴുന്നതും അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇവിടെ തന്നിട്ടുള്ളത്. യഹാ ലഡ്കി കാ കോൺ സാ മനോഭാവ പ്രകട ഹോത്താ ഹേ. ഇവിടെ ആ പെൺകുട്ടിയുടെ എന്ത് മനോഭാവമാണ് പ്രകടമായിട്ടുള്ളത്? കുട്ടി വീണ് കഴിഞ്ഞപ്പോൾ അവനെ ചേർത്ത് എണീപ്പിച്ച് അവനെ ചേർത്ത് പിടിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഹംദർദി, സഹാനുഭൂതിയുടെ ഒരു ഭാവമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തത് സൂചകോं के आधार पर बच्ची और लड़के के बीच के वार्तालाप पूर्ति करें. സൂചനയ്ക്ക് അടിസ്ഥാനമാക്കി പെൺകുട്ടിയുടെയും ആ ഓടി വീണ ആ കുട്ടിയുടെയും ഇടയിലുണ്ടായ കോൺവെർസേഷൻ വാർത്താലാപ് സംഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിളായി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ സാധനങ്ങൾ തന്നിട്ടുണ്ട്. അത് എവിടെയാണോ യോജിക്കുന്നത് അങ്ങോട്ടേക്ക് എടുത്ത് എഴുതിയാൽ മതി. ബച്ചി രോ മത്ത് കൈസെ ഗിർപട. പെൺകുട്ടി നീ കരയണ്ട, എങ്ങനെയാണ് നീ വീണത് എന്ന് ചോദിക്കുന്നു. അപ്പം ലഡ്കാന്റെ മറുപടി താഴെ ഇവിടെ കൊടുത്തിരിക്കുന്നതിലെ ഓപ്ഷൻസിൽ ഏതാണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് ഓപ്ഷൻ ടോക്കർ ഘാക്കർ ഗിര, കൂട്ടിയിടിച്ചാണ് ഞാൻ വീണത്. അത് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതുക. ബച്ചി അപ്പം പെൺകുട്ടി പറയാണ് ദർദ് ഹുവാ ക്യാ, നിനക്ക് വേദനിക്കുന്നുണ്ടോ? അത് ലാസ്റ്റ് ഓപ്ഷൻ കണ്ടോ, അതെടുത്ത് എഴുതുക. അപ്പം ലഡ്ക അപ്പം ആൺകുട്ടി എന്താണ് പറഞ്ഞത്? വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ട്, ദോഡാസ അല്പം അല്ലേ. മൂന്നാമത്തെ ഓപ്ഷൻ എടുത്തെഴുതുക. അപ്പോൾ ബച്ചി പെൺകുട്ടി പറയാണ് ജൽദി ടീക്ക് ഹോ ജായേഗ, ഫസ്റ്റ് ഓപ്ഷൻ അല്ലേ. എന്നാൽ നിനക്കത് വേഗം ശരിയായിക്കോളൂ കേട്ടോ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പോൾ ഇതുപോലെ കോൺവെർസേഷനും നമുക്ക് പ്രതീക്ഷിക്കാം. ഗതിവിധി 6ാമത്തെ ആക്ടിവിറ്റി നോക്കാം. സൂചന കവിതാംശ പഠേ और പ്രശ്നോं के उत्तर लिखें. ഇവിടെ പാഠപുസ്തകത്തിനെ ആസ്പദമാക്കിയിട്ടല്ല, പുറത്തുനിന്നും വന്നിരിക്കുന്ന ഒരു കവിതയാണ്. ചീണ്ടി കെ ആകെ ഹാത്തി ഗടാദ, ഹാത്തി കെ പാവ് പേ ചീണ്ടി ചടാദ, ചീണ്ടീനെ ഡാണ്ട ചീ നീച്ചെ ആജ, ചീണ്ട ബോല ബൈ ബൈ ടാറ്റ. ഇവിടെ തന്നിരിക്കുന്ന കവിത വായിക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്, സഹി മിലാൻ കരെ, മാച്ച് ദി ഫോളോയിങ്, ചേരുംപടി ചേർക്കുക. ഹാത്തി ചീണ്ടി കെ ആകെ, അപ്പോൾ അതിന് ചേരുന്നത് നമ്മുടെ ആ കവിതയിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ചില 2 വരി തന്നെ കണ്ടോ ആൻസർ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ മൂന്നാമത്തെ ഓപ്ഷൻ ഘടാദ, നിന്നിരുന്നു. ചീണ്ട ഹാത്തിക്ക് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും ചേരുക? 3-4 വരിയിൽ കണ്ടോ ഹാത്തിക്ക് പാവു പേന്ന് കണ്ടില്ലേ. അപ്പോൾ അതിവിടെ ഓപ്ഷൻസിൽ ഏതാ? 4ാമത്തെ ഓപ്ഷൻ പാവു പർ ചടാദ, കാലിൽ കയറി. മൂന്നാമത്തത് ചീണ്ടീനെ ഡാണ്ട, 5-6 വരി കണ്ടോ, ചീണ്ടേനെ ഡാണ്ട നീച്ചെ ആജ, അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ നീച്ചെ ആജ. 4ാമത്തത് ചീണ്ട ബോല, ചീണ്ട ലാസ്റ്റിൽ പറയുന്ന കണ്ടില്ലേ ബൈ ബൈ ടാറ്റ. അപ്പോൾ അതിൽ നോക്കി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഇനി കവിതാംശികയിലെ ശീർഷകത, ഈ കവിതാഭാഗത്തിനൊരു ഹെഡിങ് കൊടുക്കാനാണ് പറഞ്ഞത്. ശീർഷക് ഹെഡിങ്.
അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കൊടുക്കാൻ ചീണ്ടി ഔർ ഹാത്തി അല്ലേ, അല്ലെങ്കിൽ ഹാത്തിന്നോ ചീണ്ടിന്നോ ഹെഡിങ് എടുത്ത് എഴുതുക. അപ്പോൾ ഇതാണ് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതേപോലെ ഇതേ മോഡലിലായിരിക്കും ഈ വർഷവും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വാർത്താലാപ് കോൺവെർസേഷൻ തയ്യാറാക്കാനും പഠിച്ച ഭാഗങ്ങളെ ആസ്പദമാക്കി പഠിച്ചിട്ടുണ്ടാവണം. സമാചാർ ഒരു ന്യൂസ് പത്രവാർത്ത വന്നാൽ അത് എഴുതാൻ പാകത്തിന് പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ കവിതാ വരി തരും, അതിൻ്റെ ആശയം എഴുതാൻ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അനുവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഗം തരും, ഒരു കുഞ്ഞ് 2 വരിയൊക്കെ തരും, അത് മലയാളത്തിലേക്ക് മാറ്റുക. പോസ്റ്റർ ഉണ്ടാകും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ജരൂരി ഗുരാക്ക് എന്ന ഏകാംഗിയും ഏക് ദൗഡ് ICB എന്ന ചാപ്റ്ററും അതുപോലെ തന്നെ കോശിഷ് കർണേ വാലോം കി എന്ന് പറയുന്ന പാഠഭാഗവും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.